ഹലോ ഓൾ, മൈ നെയിം ഈസ് അഞ്ജന. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ് എന്നുള്ള ഓസ്കർ വൈൽഡിൻ്റെ പ്ലേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു സബ് ടൈറ്റിലും കൂടെ നമ്മളിതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ടതുണ്ട്. എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ്, എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ എന്നാണ് ഈ ഒരു പ്ലേയുടെ മുഴുവൻ പേര്. ഈ ഒരു പ്ലേ 3 ആക്റ്റിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത് വാലന്റൈൻസ് ഡേയുടെ അന്നാണ്. 1895 വാലൻസ് ഡേ അന്നാണ് ഈ പ്ലേ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത്. ലണ്ടനിലെ സെയിൻറ്റ് ജെയിംസ് തിയേറ്ററിൽ വെച്ചിട്ടാണ്. ഇതൊരു ഫാസ് കോമഡിയാണ്. ഫാസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നതൊരു എക്സ്ട്രാവാജൻറ്റും റിഡിക്കുലസും ആയിട്ടുള്ള അബ്സേഡൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് എൻ്റർടൈൻ ചെയ്യുന്നതിനാണ് ഈ ഫാസ് എന്ന് പറയാം. ഇതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് 2 ആളുകൾ അവർ ഡബിൾ ലൈഫിൽ ലീഡ് ചെയ്തുകൊണ്ട് 2 സ്ത്രീകളുമായി പ്രണയത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീകൾക്ക് 2 പേർക്കും ഏർണസ്റ്റ് എന്ന് പറഞ്ഞ പേര് ഉള്ള ആൾക്കാരെയാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രണയം ഏർണസ്റ്റ് പേരിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഈ 2 ആണുങ്ങളോടും പറയുന്നുണ്ട്. ഏർണസ്റ്റ് എന്നുള്ള പേരിന് ഈ ഒരു പ്ലേ ഉടനീളം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പ്ലേയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 1895 തന്നെയാണ്. ആ ഒരു കാലഘട്ടം തന്നെയാണ് പ്ലേയിൽ പറയുന്നത്. എഴുതിയ ഒരു വർഷവും പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന വർഷവും രണ്ടും സെയിം ആണ്. ഈ ഒരു പ്ലേ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്ലേ ആണ്. ഡ്രോയിങ് റൂം പ്ലേസ് എന്നൊരു കാറ്റഗറിയിലെ ലാസ്റ്റ് പ്ലേ ആണ്. ഡ്രോയിങ് റൂം പ്ലേസ് എന്ന് പറയുമ്പോൾ അന്നത്തെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഒരു മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ക്യാരക്ടേഴ്സ് ഒരു സോഷ്യൽ പ്രോബ്ലം, അവരുടെ കാലത്ത് നടക്കുന്ന ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ വളരെ കോമഡി ട്വിസ്റ്റോട് കൂടെ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഡ്രോയിങ് റൂം പ്ലേ എന്ന് പറയും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ആക്ട്സ് ഓരോന്നായിട്ട് ആക്ട് 1 ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കാം. ആക്ട് 1 നമ്മൾ ആദ്യം കാണുന്നത് ആൽഗർണോൺ മോൺക്രിഫും അദ്ദേഹത്തിൻ്റെ വീടും അതേപോലെ അദ്ദേഹത്തിൻ്റെ ബട്ട്ലറിയാണ്. അപ്പോൾ ഈ ആൽഗർണോൺ മോൺക്രിഫ് എന്ന് പറയുന്നത് അല്ല നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ്, എങ്കിൽ പോലും ആൽഗർണോൺ മോൺക്രിഫ് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ആക്റ്റാണിത്. ഈ ആക്ട് ഫുൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആക്ട് തുടങ്ങുന്ന സമയത്ത് കർട്ടൻ റേസ് ചെയ്യുമ്പോൾ ഒരു പിയാനോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്ലേയിൽ തുടക്കത്തിൽ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ബട്ട്ലറായിട്ടുള്ള ലെയിനാണ്. ക്യുക്കമ്പർ സാൻഡ്വിച്ചസും കൊണ്ടുവരുന്ന ലെയിനാണ് ഈ ഒരു പ്ലേയുടെ ബിഗിനിങ്ങിൽ നമ്മൾ കാണുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത്. ആൽഗർണോൺ മോൺക്രിഫ് പിന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. അവർ ഒരു ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ലേഡി ബ്രാക്നൽ, തൻ്റെ അമ്മായിയാണ്, അമ്മയുടെ അനിയത്തിയാണ്. ആൽഗർണോൺ മോൺക്രിഫിൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ലേഡി ബ്രാക്നൽ. അതുപോലെ അവരുടെ മകൾ ഗ്വെൻഡോളിൻ ഫെയർഫാക്സും ആണ് വരുന്നത്. പക്ഷെ പ്രതീക്ഷിക്കാതെ ആര് വരുന്നുണ്ട് അവിടെ? നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ജാക്ക് വേർതിങ് ആണ് വരുന്നത്. ഈ ജാക്ക് വേർതിങ് ടൗണിൽ വരുന്ന സമയത്ത് വേറൊരു പേരിലാണ് വരിക. ഏർണസ്റ്റ് വേർതിങ് എന്നാണ് പറയുക. അപ്പോൾ സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയുന്ന പോലെ ജാക്കിൻ്റെ ഒരു ഏലിയാസ് ആണ് ഏർണസ്റ്റ്, വേറൊരു പേരാണ് ഏർണസ്റ്റ്. അപ്പോൾ ജാക്ക് ഇവിടെ വരുമ്പോൾ ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്, ജാക്ക്. എന്നാൽ പോലും ജാക്ക് വേർതിങ് താമസിക്കുന്ന വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ, ആ ഒരു ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ വളരെ മൊറാലിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ ജീവിക്കണം, വളരെ മോറലായിട്ടുള്ളൊരു ബീയിങ് ആയിട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ ജാക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോറൽസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ജീവിക്കേണ്ടി വരുമ്പോൾ തൻ്റെ യഥാർത്ഥ ഒരു പ്ലഷർ ഒന്നും അദ്ദേഹത്തിന് സീക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടൗണിലേക്ക് വരുന്നത്. ടൗണിൽ വരുമ്പോൾ അദ്ദേഹം മൊത്തം ഫ്രീ ആണ്, അദ്ദേഹത്തിന് ആരും അറിയില്ല. 1 മണിക്കൂർ ദൂരമാണ് ഹാർട്ട്ഫോർഡ്ഷയർ, അദ്ദേഹത്തിൻ്റെ ഗ്രാമമായിട്ടുള്ള ഹാർട്ട്ഫോർഡ്ഷയറിനും ഈ ടൗണായിട്ടുള്ള ലണ്ടനിലും വ്യത്യാസമുള്ളത്. അപ്പോൾ ലണ്ടനിലെത്തുമ്പോൾ താൻ ഏർണസ്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായ ഒരു കൂട്ടുകാരനാണ് ആൽഗർണോൺ മോൺക്രിഫ്. അങ്ങനെ ആൽഗർണോൺ മോൺക്രിഫിൻ്റെ കസിൻ സഹോദരിയായിട്ടുള്ള ഗ്വെൻഡോളിൻ ഫെയർഫാക്സിനെ ഇഷ്ടപ്പെട്ട് പ്രണയത്തിലായി. ഇനി അവളെ കല്യാണം കഴിക്കാം, പ്രപ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരവാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. എന്നാൽ ഈ ആൽഗർണോൺ മോൺക്രിഫിന്
ഈ ഒരു ഉദ്ദേശം പറഞ്ഞപ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടി വരും. മീറ്റ് ചെയ്യാൻ വന്നിട്ട് ഞാനിങ്ങനെ വന്നത് ഇന്നൊരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വരവിൻ്റെ ഉദ്ദേശം എന്താ ചോദിക്കുമ്പോഴാണ് പറയണത്, ഞാൻ വരുന്നത് ഇങ്ങനെ നിൻ്റെ കസിനായിട്ടുള്ള ഗ്വെൻഡോളിനെ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഗർനോൺ എടുത്ത വഴിക്ക് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സിസിലി ആരാ ചോദിക്കും. അപ്പോൾ സിസിലി ഒരു അമ്മായി എന്നൊക്കെ പറഞ്ഞ് ഒരു കെട്ടുകഥകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാൻ തുടങ്ങും മറ്റേ ജാക്ക്. അപ്പോൾ ജാക്കിൻ്റെ ഹിസ്റ്ററിയൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇവിടെ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു തെറ്റായ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് തരിക? അതുകൊണ്ട് മാക്സിമം നുണകളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും സിസിലിയും ഞാനും ബന്ധമില്ല എന്നുള്ള പറഞ്ഞ പോലെ കാണിക്കാൻ നോക്കും. അപ്പോൾ സിസിലി ആരാ ചോദിക്കും. അപ്പോൾ സിസിലി ഇന്നയാളാന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ജാക്ക് ആരാ ചോദിക്കും. അപ്പോൾ ലിറ്റിൽ സിസിലി എന്ന് പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം, കഴിഞ്ഞ പ്രാവശ്യം ജാക്ക് ആൽഗർനോണിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ആൽഗർനോണിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു സിഗരറ്റ് കേസ് മറന്നു വെച്ച് പോയി. ഈ സിഗരറ്റ് കേസിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന പേരാണ് ലിറ്റിൽ സിസിലി അങ്കിൾ ജാക്ക് എന്നൊക്കെ. അപ്പോൾ ലിറ്റിൽ സിസിലി അങ്കിൾ ജാക്കിന് വേണ്ടി കൊടുത്തൊരു സമ്മാനം പോലെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫോണ്ട് മെമ്മറി ഓഫ് ലിറ്റിൽ സിസിലി ടു അങ്കിൾ ജാക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അപ്പോൾ അങ്കിൾ ജാക്കിനുള്ള ഒരു ഫോണ്ട് മെമ്മറി ആയിട്ട് സിസിലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നീ ഏണസ്റ്റ് ആണല്ലോ, അപ്പോൾ ഈ 2 പേരും നീ വെച്ച് ഇതിൻ്റെ ഒറിജിൻ എന്താ എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും ആൽഗർനോൺ ജാക്കിനെ. പക്ഷെ ഇതൊക്കെ വളരെ കോമഡിക്കൽ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ടൊന്നുമല്ല. അപ്പോൾ അപ്പോഴാണ് പറയുക, ഇങ്ങനെ ഞാനിങ്ങനെ വേറൊരു പേരിലാണ് ഗ്രാമത്തിൽ അറിയപ്പെടുന്നത് എന്നൊക്കെ പറയും. പിന്നെ ഞാനവിടെ ഒരു ഗാർഡിയനാണ്, എന്നെ എടുത്തു വളർത്തിയ മിസ്റ്റർ കാഡ്യൂ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവരുടെ പേരക്കുട്ടിയുടെ ഗാർഡിയനാണ് ഞാൻ. എൻ്റെ വാർഡാണ് ലിറ്റിൽ സിസിലി. അവൾ ചെറിയ കുട്ടിയാണ്, കല്യാണപ്രായമൊന്നും ആയിട്ടുള്ള ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവളേനെ ഞാൻ വേറെ പേരിൽ ഗ്രാമത്തിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള, ലണ്ടൻ ടൗണിലേക്ക് വരാനുള്ള മെയിൻ കാരണം തന്നെ അവൾക്ക് ഞാനൊരു റോങ് മോറൽസ് കൊടുക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. അവൾക്ക് ഏറ്റവും നല്ലൊരു പോളിഷ്ഡ് ആയിട്ടുള്ള വേർഷൻ മാത്രമേ എൻ്റെ കാണാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ആൽഗർനോൺ വേഗം ഫോഗീവ് ചെയ്യും. കാരണം ആൽഗർനോണും സ്വന്തമായിട്ടൊരു ഒരു ഫസാഡ് ആൽഗർനോണും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക്, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ആൽഗർനോൺ വേഗം പറയും, എൻ്റെ മുങ്ങാനൊക്കെ വേണ്ടി പറയും, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ബൺബറി, അവന് വയ്യ എന്ന് പറയും. ആക്ച്വലി ബൺബറി ഒരു ക്യാരക്ടർ ആയിട്ട് ഉള്ള ഒരാളൊന്നും അല്ല, പക്ഷേ ഒരു എന്താ പറയുക, ഇമാജിനറി ഫ്രണ്ടാണ്. അപ്പോൾ ബൺബറിക്ക് വയ്യ, അപ്പോൾ എന്നെ അവൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പരിപാടിയിൽ നിന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് മുങ്ങാൻ വേണ്ടിയാണ് ഈ ബൺബറിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നീ വിഷമിക്കൊന്നും വേണ്ട, എനിക്കും അങ്ങനെ ഒരു പേരും ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൽഗർനോണ് ജാക്കിനെ സമാധാനിപ്പിക്കും. ബൺബറി എന്ന് പറയുന്ന ഇത് പേരും ബൺബറിയിങ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടിവിറ്റിയാണ്, ഇങ്ങനെ അപരനാമത്തിൽ മുങ്ങി നടക്കുന്ന ഈ ഒരു പരിപാടിനെയാണ് ബൺബറിയിങ് എന്നും പറയാം. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലേഡി ബ്രാക്നലും ഗ്വെൻഡോളിനും വരുന്നത്. അപ്പോൾ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പേരുണ്ട്, സിസിലി എന്ന് പറഞ്ഞ എനിക്കൊരു വാർഡുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടീനെ കാണാനും കേൾക്കാനും അറിയാനൊക്കെ കൂടുതൽ താല്പര്യം തോന്നി ആൽഗർനോണ്. പക്ഷെ ആൽഗർനോൺ എന്ന് പറഞ്ഞ ഉത്തരവാദിത്തമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഒരിക്കലും ജാക്കിന് അങ്ങനെ ഒരു ചെറുപ്പക്കാരനായിട്ട് സിസിലിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നീ അവളെ ഒന്നും മീറ്റ് ചെയ്യാനൊന്നും പോകണ്ട, അവൾ വളരെ എന്താ പറയുക, ഈ ഏണസ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ വളരെ ഭ്രമിച്ചിരിക്കുന്നൊരു കുട്ടിയാണ്. അവൾ ഒരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് പഠിത്തത്തെക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ട് അവൾ കണക്കാക്കുന്ന ഈ പ്രണയത്തിനെയും അതുപോലെ ഈ ഏണസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബ്രദറായിട്ടൊക്കെ അവൾക്ക് ഭയങ്കര ആഗ്രഹവും മോഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീയായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ലേഡി ബ്രാക്നലും ഗ്വെൻഡോളിനും വരുമ്പോൾ ആൽഗർനോൺ എന്ത് ചെയ്യും, ലേഡി ബ്രാക്നലിനെ മെല്ലെ ഇറന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ജാക്കിന് ഗ്വെൻഡോളിനെ പ്രപ്പോസ് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ഒരുക്കി കൊടുക്കും. അപ്പോൾ ഗ്വെൻഡോളിൻ്റെയും ജാക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു എന്താ പറയുക, സ്പേസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും ഗ്വെൻഡോളിൻ ഒരു ഇതേപോലെ വേറൊരു സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഏണസ്റ്റ് എന്ന് പറഞ്ഞ പേരുള്ളവർ ആരാണെങ്കിലും അവൾ കല്യാണം കഴിക്കുന്നുള്ള പോലെയാണ്. ക്യാരക്ടറൊന്നും അവൾക്കൊരു വിഷയമേ അല്ല. അപ്പോൾ ഏണസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ എന്തൊക്കെയോ നിഷ്കളങ്കത ഉണ്ട്. അപ്പോൾ ആ പേരിലുള്ള ഒരാൾക്ക് ഒരിക്കലും കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിക്കുള്ളൂ, നിൻ്റെ പേര് ഏണസ്റ്റ് ആയത് നന്നായി, ഞാൻ നിന്നെ കല്യാണം കഴിക്കാം അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കിനോട് പറയുമ്പോൾ ജാക്കിന് വളരെ വിഷമം തോന്നും. കാരണം ഞാൻ ഇങ്ങനെ ഒരു അപരനാമത്തിലാണ് നടക്കുന്നതൊക്കെ ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളെങ്ങനെ എന്നെ സ്വീകരിക്കും, എന്നെ ഇനി വേണ്ട എന്നൊക്കെ പറയുമോ, സോറി കുഴപ്പമില്ല,
ഞാനിനി ക്രിസ്ത്യൻ ചെയ്യാം, ഞാൻ സ്വയം ഒന്ന് രണ്ടാമതൊന്ന് ക്രിസ്ത്യൻ ചെയ്യപ്പെടണം എന്നല്ലേ ഉള്ളൂ, ഏണസ്റ്റ് ഉള്ള പേരിൽ ക്രിസ്ത്യൻ ചെയ്യപ്പെടാം, അപ്പോൾ സത്യം ആവുമല്ലോ, എൻ്റെ പേര് ഏണസ്റ്റ് തന്നെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം സമാധാനിച്ചിട്ട് ഗ്വെൻഡോളിനായിട്ടുള്ള പ്രപ്പോസൽ കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗ്വെൻഡോളിൻ ഒരു കോസ്മോപൊളിറ്റൻ ഭയങ്കര ഫാഷനബിളൊക്കെ ആയിട്ടുള്ള ലേഡിയാണ്. ലേഡി ഫെയർഫാക്സും അതുപോലെ തന്നെയാണ്, ഐ മീൻ ലേഡി ബ്രാക്നലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അമ്മയും മകളും ഒരേപോലെയാണ് ഫാഷൻ്റെയൊക്കെ കാര്യത്തിൽ, വളരെ ഈ ഒരു വിക്ടോറിയൻ മോറൽസിലൊക്കെ വിശ്വസിക്കുന്ന, അതുപോലെ അങ്ങനെ ഒരു പോംപസ് ആയിട്ടുള്ള നേച്ചറായിട്ടുള്ള ലേഡീസാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും ഒക്കെ കണ്ട് ലേഡി ബ്രാക്ടനിൽ കയറി വരുമ്പോൾ ലേഡി ബ്രാക്ടനിൽ ഇഷ്ടപ്പെടില്ല. ലേഡി ബ്രാക്ടനിൽ ചോദിക്കും, നിൻ്റെ വീടും അച്ഛനും അമ്മയൊക്കെ ആരാ എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കും ജാക്ക് ഒരു തനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല, തന്നെ ഒരു മിസ്റ്റർ കാർഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എടുത്ത് വളർത്തിയതാണ്. അദ്ദേഹം വിക്ടോറിയ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് എന്നെ കണ്ടത്. അപ്പോൾ ഒരു ക്ലോക്ക് റൂമിൽ ഒരു ബാഗിൻ്റെ ഉള്ളിലാണ് എന്നെ കണ്ടത്. അപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ കൊണ്ടുപോയി വളർത്തി വലുതാക്കി, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടീനെയും ആ സ്വത്തൊക്കെ എനിക്ക് തന്നു. എന്നിട്ട് ആ പേരക്കുട്ടീനെ നോക്കണം, ആ കുട്ടി നന്നായി വളർത്തണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ ബെനിഫാക്ടറാണ് ഞാൻ, കുട്ടിയുടെ ഗാർഡിയനാണ് ഞാൻ എന്ന് പറയും. അപ്പോൾ സ്വന്തമായിട്ട് പേരും ഒറിജിനലൊന്നും ഇല്ല, അച്ഛൻ ആരാന്നറിയില്ല, അമ്മ ആരാന്നറിയില്ല, അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഞാൻ എങ്ങനെ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ലേഡി ബ്രാക്നലി കല്യാണത്തിന് ഒട്ടും സമ്മതിക്കില്ല. ഇത് പക്ഷേ ഗ്വെൻഡോളിന് വിഷമമുണ്ടാക്കും. അപ്പോൾ ഗ്വെൻഡോളിൻ ബാക്കിൽ കൂടെ അമ്മ അറിയാണ്ട് മറ്റേ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് നിന്നെ അങ്ങേയറ്റം സ്നേഹമാണ്, അമ്മ എന്തൊക്കെ പറഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള പോലെയൊക്കെ ഗ്വെൻഡോളിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സ് ചോദിക്കുമ്പോൾ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് കൊടുക്കുന്നത് ആൽഗർണോൺ ചോദിക്കുമ്പോൾ കൊടുത്തില്ല, അതുകൊണ്ട് ആൽഗർണോൺ സീക്രറ്റ്ലി ഈ ഒരു അഡ്രസ്സ് എടുത്ത് എഴുതിയെടുക്കുന്നുണ്ട്, തൻ്റെ ഷർട്ടിൻ്റെ കഫിൽ എഴുതിയെടുക്കുന്നുണ്ട് ഈ ഒരു അഡ്രസ്സ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്, നീ അഡ്രസ്സ് തന്നില്ലെങ്കിൽ എനിക്കെന്താ, ഞാൻ നിൻ്റെ വാർഡിനെ പോയിട്ട് കണ്ടോളാം എന്നൊരു ചലഞ്ചും ആ ഒരു ചിരിയിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ആക്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ആക്ടിൻ്റെ അവസാനം ജാക്ക് വിചാരിക്കുന്നത് എന്തായാലും ഗ്വെൻഡോളിനെ മീറ്റ് ചെയ്തതെന്ന് ഗ്വെൻഡോളിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിനിയിപ്പോൾ ഈ പേരും പറഞ്ഞ് ഈ നാട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല, ഞാൻ എന്തായാലും എൻ്റെ മറ്റേ ആ ഒരു ഏണസ്റ്റ് എന്ന് പറഞ്ഞ പേരിലുള്ള എൻ്റെ ആ ഒരു കസിനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിനെ ഇനി ഇല്ല, മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസും പറഞ്ഞിട്ട് ഇനി ആ ക്യാരക്ടർ നമുക്ക് ഇനി ടൗണിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്യാരക്ടറിനെ വധിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു അങ്ങനെ ചിന്തയിലാണ് അടുത്ത ആക്റ്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അടുത്ത ആക്റ്റിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പേ ഈ ഡാൻഡി കൾച്ചറിലുള്ള ആ ഒരു പിക്ചർ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് ഡാൻഡി കൾച്ചർ എന്ന് പറയുന്നത്. അവരുടെ ഡ്രസ്സ് ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് മറ്റേ അതുപോലെ അവരുടെ പാൻറ്റും ചെരുപ്പും കയ്യിലുള്ള വടിയും ഒക്കെ അതൊരു ഡാൻഡി കൾച്ചറിൻ്റെ വിക്ടോറിയൻ ഫിലിംസൊക്കെ നമുക്ക് കാണുമ്പോൾ കാണാറുണ്ട് ഇങ്ങനത്തെ ഒരു പിക്ചറൊക്കെ. അതുപോലെ ആ സിൽവർ കേസ്, സിഗരറ്റ് കേസ്, ഇതൊരു ഇന്നും വിൻറ്റേജ് പീസായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ഡിമാൻഡൊക്കെ ഉള്ളതാണ് ഈ ഒരു സിഗരറ്റ് കേസ്. അപ്പോൾ ഒരു അപ്പർ ക്ലാസ് ഇതൊക്കെ ലുക്കൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സിഗരറ്റ് കേസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് സാൻഡ്വിച്ച്, ക്യൂക്കമ്പർ സാൻഡ്വിച്ച്. ഒന്നുമില്ല, ലേഡി ബ്രാക്നലിന് വളരെ ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ലെയിനെ കൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ആയിട്ട് ബ്രെഡിൻ്റെ ഇടയിൽ ക്യൂക്കമ്പേഴ്സ് സാൻഡ്വിച്ച് പോലെ വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം കെയർലെസ് ആണ് ആൽഗർണോൺ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആൽഗർണോൺ ഈ സാൻഡ്വിച്ചസ് കഴിക്കുന്നുണ്ട്. ഈ സംസാരങ്ങളുടെ ഇടയിൽ ഓണ്ടിന് വേണ്ടി വെച്ചിട്ടുള്ള സാൻഡ്വിച്ചസ് കഴിക്കുന്നുമുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സിമ്പിൾസൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.